ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷിയെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരാ ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നവരാ. സന്തോഷം. ഇനി മുതൽ ഞങ്ങളും കൂടെ ഉണ്ട്. അല്ല, ഇതൊക്കെ ആരാ? നിങ്ങളുടെ പണിക്കാരാണോ? ആദ്യം അവനോട് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യില്ലായിരുന്നു. പതുക്കെ പതുക്കെ നിക്കക്കള്ളി ഇല്ലാതായപ്പോ അവൻ എന്നോട് ഓരോന്ന് പറഞ്ഞു തുടങ്ങിയതാ. ഇപ്പൊ പോലും ജയിലിൽ കിടന്ന് അവൻ പറഞ്ഞതേ, പുറത്തിറങ്ങുന്ന നിമിഷം തന്നെ എല്ലാത്തിനെയും കൊന്നുകളയുന്ന. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരുന്നതും അവനെ കാണുന്നതും അത് മനസ്സിലുറപ്പിക്കാൻ വേണ്ടി തന്നെയാ. എന്നാ നമുക്ക് പോയാലോ? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് വിപിന് തോന്നിയിട്ടുണ്ടോ? ഏയ്, മനുഷ്യന് സന്തോഷിക്കാൻ ചില കാരണങ്ങളൊക്കെ വേണ്ടേ? തന്റെ കാരണങ്ങൾ അവരുടെയൊക്കെ തകർച്ചയാ. താനത് ആഘോഷിക്കലോ. എന്നപ്പോ പോവാം. എടാ ഹരിയേ, നമ്മുടെ രഘു സാർ അത്ര മോശമൊന്നുമല്ല കേട്ടാ. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. എന്റെ രാമേഷേട്ടാ, ഓ, ഇവിടെ എല്ലാരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ പട്ടാളക്കാരെന്ന് പറഞ്ഞ തൂക്കെടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങുന്ന. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നല്ല. ഈ എവിടെയെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴേ പട്ടാളക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? കാണേണ്ട കാഴ്ച തന്നെയാ. ഓ, പ്രളയത്തിനും ദുരന്തത്തിനും ഒക്കെ നമ്മൾ സാക്ഷിയായിട്ടുള്ളതല്ലേ അമ്മാവ. നമ്മളെല്ലാം അങ്ങ് ചെയ്യും. ഹരി സാർ, ഓ, നമ്മ വ്യവസായം പണ്ണത് ഇന്ത പാടം മട്ടുമാ? ആര് പറഞ്ഞു? നോക്കത്താ ദൂരത്ത് കിടക്കുക ഭാർഗവൻ സാറിന്റെ കൃഷിഭൂമി. സൂപ്പറായിരിക്കും. എത്ര വേണമെങ്കിലും നമുക്കങ്ങ് എടുക്കാം. പക്ഷേ ഇപ്പൊ നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ. ശരി സാർ. കേശവ, നാളെ എന്തായാലും നമുക്ക് കൃഷി ഓഫീസ് വരെ പോണം. പോയേക്കാം. വിത്തുമുളകൊക്കെ കിട്ടുമെന്നാ പറയുന്നത്. അടുത്ത ദിവസങ്ങൾ തെക്കേപ്പാടത്ത് വിത്തിറക്കേണ്ടതാണല്ലോ. എന്തായാലും ഒന്ന് പോണം. കിട്ടൂല. ഇതാരുടെ കുറെ പുതിയ ആൾക്കാർ നോക്കിക്കേ. ഇതാരാ ഇത്? നോക്ക്. പോയിട്ട് കാര്യം പോയി നോക്കാം അല്ലേ? നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം. ആഹാ, കൊള്ളാവല്ലോ. പാടത്ത് ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടാ. അതെ, ആരാ നിങ്ങള്? എടാ ഹരിയേ, ഓ, ഹരിടാ. ആ, പാടത്താരാ ഈ പുതിയ പണിക്കാര്? ഞങ്ങള് ദൂരെ നാട്ടിന്ന് സിറ്റിയിലേക്ക് വന്നവരാ. ഓ, കൃഷിയെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരാ. ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നവരാ. സന്തോഷം. ഇനി മുതൽ ഞങ്ങളും കൂടെ ഉണ്ട്. അല്ല, ഇതൊക്കെ ആരാ? നിങ്ങളുടെ പണിക്കാരാണോ? ഏയ്, അല്ലല്ല, ഇതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരാ. ഇതെന്റെ ഭാര്യ, പിന്നെ എന്റെ അമ്മാവൻ, പിന്നെ ഭാര്യയുടെ അച്ഛൻ. ഇവിടെ കൃഷി ചെയ്യുന്നവരൊക്കെ പതുക്കെ പതുക്കെ ഇവിടെ വിട്ട് അങ്ങ് പോവുക. അപ്പോഴാ നിങ്ങളെപ്പോലൊരു കുടുംബം ഇതിനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അല്ല, ഈ ഭാർഗവൻ സാറിന്റെ ഭൂമി നിങ്ങൾ എങ്ങനെ സംഘടിപ്പിച്ചു? അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. കൂടുതൽ കണ്ടീഷനൊന്നും പറയാതെ സമ്മതിക്കുകയും ചെയ്തു. കുറെ കാലമായിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അയാൾ ആർക്കും കൊടുക്കാറില്ലെന്നേ. ആരെയോട്ട് അങ്ങോട്ട് കയറ്റാറുമില്ല. ഞങ്ങളോട് എന്തോ ഒരു താല്പര്യം തോന്നിയെന്ന് തോന്നുന്നു. അതാ ഭൂമി അനുവദിച്ചു തന്നെ. അപ്പൊ നടക്കട്ടെ. പിന്നെ
കൃഷിക്കാരുടെ ഒരു സംഘമൊക്കെ ഉണ്ട്. അയ്യോ ഞാൻ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല താല്പര്യമാണ്. ഞങ്ങളുടെ നാട്ടിലെ കൃഷിക്കാരുടെ കൂട്ടായ്മയില് ഇവനാ അവിടത്തെ പ്രസിഡന്റ്. ശരി, അത് കൊള്ളാം. എന്നാ ശരി. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഞങ്ങൾ ശരി, പോയിട്ട് പിന്നെ വരാം. ആ എന്തായാലും കൊള്ളാൻ കാര്യങ്ങൾ. ഹരി, ഓ നമ്മള് പുതിയ ആളുകൾ വന്നതിന് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കോ? ഏയ് അങ്ങനെയൊന്നുമില്ല. മണ്ണിലേക്ക് ഇറങ്ങിയ പിന്നെ എല്ലാരും ഒരു കുടുംബത്തിലെ പോലെ. ആമാ. ശരവണത ആ തൈനോട് ഒന്ന് ഒഴിച്ച്. ഓ അവിടെയാണോ? ശരി. ആ ഈ പെണ്ണിനെ കല്ലെറിയാന്ന് പറഞ്ഞൂടെ ദാ അവിടെ. എറിഞ്ഞ് കാണിച്ചേരാ. ഇങ്ങനെ കൈ ചൂണ്ടണം. എന്നിട്ട് മനു, യാത്രയൊക്കെ നന്നായിരുന്നോ? ആ കൊള്ളാം. ഈ ഔദ്യോഗിക യാത്രകൾക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മളൊട്ടും റിലാക്സ് ആയിരിക്കില്ല. എപ്പോഴും മീറ്റിംഗ് ഒക്കെ ആയിരിക്കും. കൺമുന്നിൽ നമ്മളെക്കാൾ ഉന്നതരായ ആളുകള്. അതൊരു ചട്ടക്കൂടാ. ഹരിഹരന്റെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു ലൈവ് കണ്ടിരുന്നു. അവരുടെ കുടുംബം ഒന്നിച്ച് കൃഷി ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. താൻ കണ്ടില്ലേ? ഞാനൊന്നും നോക്കിയില്ല. എന്താ നോക്കാതിരുന്നേ? ഇനി അതിനും തനിക്കെന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്ക് വിരോധം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ മനു? ഞാൻ അത് നോക്കിയിട്ട് എന്ത് ചെയ്യണമായിരുന്നു? അച്ഛനെ അമ്മയെ കാണിക്കണമായിരുന്നു? അതിന്റെ പേരിൽ ഇവിടെ ഒരു സംസാരം ഉണ്ടാക്കണമായിരുന്നോ? താൻ എന്തൊക്കെ ഈ പറയുന്നേ? ഹരിയേട്ടൻ കൃഷി ചെയ്യുന്ന കണ്ടിട്ട് ഇവിടെ ആരെന്തു പറയാനാ? മറ്റാര് പറഞ്ഞില്ലെങ്കിലും മനുവിന്റെ അമ്മ പറയും. ഹരിയേട്ടൻ നിത്യേച്ചി വിവാഹം കഴിച്ചത് ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടില്ല. അതിനെ ചൊല്ലി ഇവിടെ പല സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ദൂരയാത്ര കഴിഞ്ഞു വരുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി ഉടനെ ചെന്ന് അമ്മയോട് ചോദിക്കണ്ട. അതിനും കുറ്റം വരുന്നത് എന്റെ തലയിലോട്ടായിരിക്കും. താൻ ആകെ ടെൻഷനിലാണല്ലോ. എടോ, അതൊന്നും സാരമില്ല. വിവാഹത്തിന് എന്തായാലും എനിക്ക് ഉണ്ടാവാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് അവരൊന്ന് വിഷ് ചെയ്യണം. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ?